ചെന്താമര ഇനിയും പുറത്തേക്കിറങ്ങിയാൽ ആരെയെങ്കിലും കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ചെന്താമരയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൂടെ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്. ചെന്താമര ജാമ്യത്തിലിറങ്ങി രണ്ടുപേരെ കൊന്നു, ഇനിയും ജോലി ബാക്കിയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ചെന്താമരയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതല്ലേ ഉചിതമായ തീരുമാനം? അവിടെയാണ് നിയമത്തിന്റെ പ്രസക്തി. ഒരു കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ ആ കേസിന്റെ മെറിറ്റ് മാത്രമേ കോടതിക്ക് പരിശോധിക്കാൻ കഴിയൂ. കോടതി പരിശോധിച്ചത് സജിതയെ കൊന്ന കേസാണ്. അതിനാവശ്യത്തിന് തെളിവുണ്ട്. ആ കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിക്കുമ്പോൾ ആ കുറ്റകൃത്യത്തിന് മുൻപ് അയാൾക്കുണ്ടായിരുന്ന കുറ്റകൃത്യ പശ്ചാത്തലവും ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട മറ്റു സാഹചര്യങ്ങളും മാത്രമാണ്. ആ കുറ്റകൃത്യത്തിന്റെ പേരിൽ ജാമ്യത്തിലിറങ്ങി മറ്റൊരു കുറ്റകൃത്യം അയാൾ ചെയ്തു എന്നത് വാസ്തവമാണെങ്കിലും നിയമത്തിന്റെ മുൻപിൽ അത് നിലനിൽക്കുകയില്ല. കാരണം ചെന്താമര രണ്ടുപേരെ കൊന്നു എന്ന് എല്ലാവർക്കും അറിയാം, കോടതിക്കും അറിയാം, പോലീസിനും അറിയാം. ചെന്താമര കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ കുറ്റകൃത്യത്തിൽ ചെന്താമര ശിക്ഷിക്കപ്പെടും എന്നുറപ്പാണ്. എന്നാൽ നിയമത്തിന് മുമ്പിൽ ചെന്താമര ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമാണ്. ചെന്താമര കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ സ്ഥാപിച്ച് അതിന്റെ വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിക്കുന്നത് വരെ ചെന്താമര കുറ്റാരോപിതൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ പുറത്ത് പഴയ കുറ്റകൃത്യത്തിന് കൂടുതൽ ശിക്ഷ വിധിക്കാൻ കോടതിക്ക് സാധ്യമല്ല. ഒരാൾക്ക് വധശിക്ഷ വിധിക്കണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയുകയും എന്തുകൊണ്ട് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമാണ് എന്ന് ശിക്ഷ വിധിക്കുന്ന ജഡ്ജി വിധിന്യായത്തിൽ എഴുതി ചേർക്കുകയും വേണം. മാത്രമല്ല ഈ കാര്യം ഹൈക്കോടതിയെ രേഖാമൂലം അറിയിക്കണം. ജാമ്യാപേക്ഷയുമായി ശിക്ഷ വിധിച്ചയാൾ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഈ രേഖ നിർണായകമാണ്. ആ രേഖയിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്ന് ഹൈക്കോടതി കണ്ടാൽ അയാളുടെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടും. അത്തരമൊരു സാഹചര്യം ഒരു ജഡ്ജിയും ആഗ്രഹിക്കുന്നില്ല. പിന്നീട് ചെയ്ത കുറ്റകൃത്യത്തിന്റെ തോത് എത്ര ശക്തമാണെങ്കിലും പഴയ കുറ്റകൃത്യത്തിന്റെ വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജിക്ക് മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതാണ് ഇരട്ട ജീവപര്യന്തത്തിൽ ഒതുക്കിയത്. എന്നാൽ ഈ ജഡ്ജി വിധി പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാൾക്ക് പരോളോ ജാമ്യമോ മറ്റോ അനുവദിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് പോലീസ് ചെയ്യേണ്ട ചില ഉത്തരവാദിത്വം ഈ പെൺകുട്ടികളുടെ പുനരധിവാസമാണ്. എന്ന് വെച്ചാൽ ആ പെൺകുട്ടികളെ സുരക്ഷിതമായി എവിടെയെങ്കിലും മാറ്റിയതിനു ശേഷം മാത്രമേ ഇയാൾക്ക് പരോൾ കൊടുക്കാവൂ എന്നാണ് കോടതിയുടെ ഉത്തരവ്.